എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞാനൊരു മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ മോരുകറിക്കുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളകും, പിന്നെ ഇഞ്ചി, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കുറച്ച് ജീരകം, കുറച്ച് ഉലുവ. അപ്പോൾ നമുക്ക് മോരുകറിക്കുള്ള തവ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇച്ചിരി താമസമാണ് ഇത് ചൂടാകാൻ, അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ച് ഇച്ചിരി നേരം വെച്ചിട്ടുണ്ടായിരുന്നു. 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടാം. പൊട്ടട്ടെ. ഉലുവായും ജീരകവും ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉലുവായും ജീരകവും ഇട്ട് കൊടുക്കാവേ. അത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. അത് കഴിയുമ്പോൾ വെളുത്തുള്ളി ഒരു 3 കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തേ. 2 വറ്റൽമുളകും കൂടെ ഇതിനകത്തിടാം. 1 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മുടെ അരപ്പ് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് പച്ച മണം ഒന്ന് മാറുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മോര് ഇളക്കി ഒത്തിരി അങ്ങ് ചൂടാകരുത്. ചൂടായാൽ പിരിഞ്ഞു പോകും. ചെറു ചൂടായി കഴിയുമ്പോൾ മോര് വാങ്ങുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ മോരുകൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ കുപ്പി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.